അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. In this circuit shown, what value of RL minimizes the power delivered to RL? സോ ഇവിടെ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിലേക്ക് മിനിമം പവർ ഡെലിവർ ചെയ്യുന്ന കണ്ടീഷനിൽ RL വാല്യൂ എത്രയാണെന്ന് കാണണം. സോ പവർ ഡെലിവേർഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ സർക്യൂട്ടിനെ തെവനൈസ് ചെയ്യണം. സോ തെവനൈസ് ചെയ്യുമ്പോൾ ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ് ആണ് VTH. നമുക്ക് VTHും RTHും ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ VTH കാണുമ്പോൾ സർക്യൂട്ടിന്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക, RL റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് നോക്കാം. VX 4 ഓം റെസിസ്റ്റർ, ഇത് രണ്ട് സീരീസിലാണ്. 4 ഓം സീരീസിലാണ്. VX എന്നുള്ള വോൾട്ടേജ് എന്താണ്? 4 ഓമിനെ ക്രോസ് വരുന്ന ഈ വോൾട്ടേജ് ആണ്. സോഴ്സ് 100 വോൾട്ട് സോഴ്സ്. ഇവിടെ നമ്മൾ ലോഡ് ഓപ്പൺ ചെയ്ത കണ്ടീഷനിൽ ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ് ആണ് VTH. സോ VTH ഈക്വൽ ടു VOC. സോ ഈ ഒരു വോൾട്ടേജ്, ഇപ്പൊ ഈ ഒരു ലൂപ്പിൽ കറണ്ട് ഉണ്ടാവും, ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവും, അതിൽ കറണ്ട് ഉണ്ടാവും. ഇപ്പൊ വിത്ത് VX ആണെങ്കിൽ ഈ 4 ഓമിനെ ക്രോസും VX ആണ് വരുന്നത്. സോ 2VX ഈക്വൽ ടു ഈ 4 ഓമിൽ വരുന്ന വോൾട്ടേജും VX ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2VX ഈക്വൽ ടു 0 എന്ന് കിട്ടും. 2VX ഈക്വൽ ടു 0. സോ 0 എന്ന് പറയുമ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് എടുക്കണം. VXന്റെ വാല്യൂ 0 ആണ്. സോ VX 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ഓപ്പൺ ടെർമിനലിലുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 100 വോൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 4 ഓം പാരലൽ വിത്ത് 8 ഓം എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. VTH ഈക്വൽ ടു VX ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് VOC ഈക്വൽ ടു 100 വോൾട്ട്. 100 വോൾട്ട് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഇനി നമ്മൾ കാണുന്നത് RTH കാണാൻ വേണ്ടി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണണം. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണുമ്പോൾ നമുക്ക് ഈ ടെർമിനൽ ഷോർട്ട് ചെയ്യാം. ഈ ടെർമിനൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഷോർട്ട് ചെയ്യുമ്പോൾ VX എത്ര വരും? ഇവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 വോൾട്ട് വിൽ ഡ്രോപ്പ് അക്രോസ് 4 ഓം ആൻഡ് 4 ഓം. സോ VX വിൽ ബി ISC കാണാൻ വേണ്ടിയിട്ടാണ്. VX വിൽ ബി 100/2 50 വോൾട്ട് കിട്ടും. VXന്റെ വാല്യൂ 50 വോൾട്ട് കിട്ടും. അപ്പോൾ ഈ സോഴ്സ് ഡിപെൻഡന്റ് സോഴ്സിന്റെ വാല്യൂ 50 വോൾട്ട് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് 4 ഓം അതിന് സീരീസിൽ വരും. പിന്നെ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ആണ്. ഇതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് 50 വോൾട്ട് ആണ്. അപ്പോൾ ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ട് ടെർമിനലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഡിപെൻഡന്റ് സോഴ്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണുന്നത്. ഇത് രണ്ടും 4 ഓം ആണ്. ഇപ്പോൾ 4 ഓം കൂടെയുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ ഈ ബ്രാഞ്ചിലെ കറണ്ട് എന്ന് പറയുമ്പോൾ ഈ വോൾട്ടേജ് 50 വോൾട്ട് ആണ്. 50 കറണ്ട് ഇൻ ദിസ് ബ്രാഞ്ച് I1 ആയിട്ട് എടുക്കാം, കറണ്ട് ഇൻ ദിസ് ബ്രാഞ്ച് I2 ആയിട്ട് എടുക്കാം. നമുക്ക് I1 കിട്ടുന്നത് I1 ഈക്വൽ ടു 50/4 ആണ്. അതുപോലെ ഇവിടെ VXന്റെ വാല്യൂ -50 ആണ്. VX ഈക്വൽ ടു -50 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, VXന്റെ പൊളാരിറ്റി നമ്മൾ നോക്കുക. VX -50 ആണ് വരുന്നത്. അപ്പോൾ -50 എന്നുള്ള വാല്യൂ ആണ് VX വരുന്നത്. അപ്പോൾ 4 ഓമിലുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അതും 50 വോൾട്ട് ആണ് വരുന്നത്. 50 വോൾട്ട്. അപ്പൊ അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ I2 ഈക്വൽ ടു 50/4. ഓക്കെ, സോ ടോട്ടൽ കറണ്ട് ത്രൂ ഷോർട്ട് സർക്യൂട്ട് ISC വിൽ ബി ഈക്വൽ ടു 50 I1 പ്ലസ് I2. രണ്ട് കറണ്ടും കൂടെ ആഡ് ചെയ്യുക, I1 പ്ലസ് I2. സോ 50/2 ഈക്വൽ ടു 25 ആംപിയർ ആയിരിക്കും ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. സോ RTHന്റെ വാല്യൂ നമുക്ക് കാണാം. VOC/ISC ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. VOCയെ 100/25 ഈക്വൽ ടു 4 ഓം. സോ 4 ഓം റെസിസ്റ്റർ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 4 ഓം റെസിസ്റ്റർ തെവെനിൻ ഇക്വിവലന്റ് റെസിസ്റ്റൻസ് 4 ഓം ആണ്. 4 ഓം. നൗ വിൽ കണക്ട് RL ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. RLലെ പവർ എന്ന് പറയുന്നത് PL ഈക്വൽ ടു 100/4 പ്ലസ് RL ഹോൾ സ്ക്വയർ ഇൻറ്റു RL. സോ ഈ പവർ മിനിമം വരുന്നത് വെൻ ഈ ഗിവൺ കണ്ടീഷനിൽ 2.4 ഓം വരുമ്പോഴാണ് മിനിമം കറണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ നമുക്ക് 2.4 RLന് 2.4 കൊടുക്കുമ്പോഴാണ് മിനിമം പവർ നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22-ൽ ഒരു എ സി സർക്യൂട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ എ സി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദ ഫേസർ വോൾട്ടേജ് എ ബി. ഫേസർ വോൾട്ടേജ്, എ സി വോൾട്ടേജ് നമ്മൾ ഫേസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ കോംപ്ലക്സ് ഫോമിലാണ്. അപ്പോൾ ഫേസർ വോൾട്ടേജ് വി എ ബി ആണ് കാണുന്നത്, വി എ ബി. സോ വി എ ബി ഈക്വൽ ടു ഐ കറണ്ട് ഇൻറ്റു സെഡ് ആണ്, ഇംപീഡൻസ്, ടോട്ടൽ ഇംപീഡൻസ്. ടോട്ടൽ ഇംപീഡൻസ് ഈക്വൽ ടു Z1 പാരലൽ Z2. ഈ രണ്ട് ഇംപീഡൻസ് പാരലൽ ആയിട്ട് വരും. ഇത് Z1, ഇത് Z2. സോ ഈ രണ്ട് ഇംപീഡൻസിന്റെ പാരലൽ കോമ്പിനേഷൻ എടുക്കാം. അപ്പൊ എത്രയാണ് വരുന്നത്? 5 മൈനസ് J3 മൾട്ടിപ്ലൈഡ് വിത്ത് 5 പ്ലസ് J3 ഡിവൈഡഡ് ബൈ 5 മൈനസ് J3 പ്ലസ് 5 പ്ലസ് J3. നമുക്ക് കിട്ടുന്നത് 25 പ്ലസ് 9 എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്, ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 17/5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇംപീഡൻസ് 17/5 ഓം ആണ്. സോ വി എ ബി എത്രയാണ് വരിക? വി എ ബി ഈക്വൽ ടു 17/5 ഇൻറ്റു 5 ആംഗിൾ 30 ഡിഗ്രി ഈക്വൽ ടു 5 ക്യാൻസൽ ആയിപ്പോൾ 17 ആംഗിൾ 30 ഡിഗ്രി. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23. So in the figure, the switch was closed for a long time before opening at t equal to 0. t equal to 0 ഓപ്പൺ ചെയ്യുന്നതിന്റെ മുമ്പ് വരെ സ്വിച്ച് ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരുന്നു. വോൾട്ടേജ് വി എക്സ് അറ്റ് ടി ഈക്വൽ ടു 0+. വോൾട്ടേജ് വി എക്സ് എന്നുള്ള വോൾട്ടേജ് നമ്മൾ കാണും, 20 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ ഇൻഡക്ടറിന്റെ ബിഹേവിയർ നമുക്ക് ഇവിടെ നോക്കാം. ഇൻഡക്ടർ സ്റ്റഡി കണ്ടീഷൻ വരുമ്പോൾ ഇൻഡക്ടർ ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട് അല്ലെ. ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. സോ ഇൻഡക്ടർ 5 ഹെൻറി ഇൻഡക്ടർ acts as short circuit at t equal to 0 minus just before closing the switch. അപ്പോൾ ആ ഒരു ഇൻസ്റ്റന്റില് ഇൻഡക്ടർ കറണ്ട് എത്രയാണ് വരുന്നത്? അപ്പൊ ഈ ഒരു ലൂപ്പിൽ കറണ്ട് വരും. ഇൻഡക്ടർ ഷോർട്ട് ആയതുകൊണ്ട് IL 0 മൈനസ് വിൽ ബി ഈക്വൽ ടു 2.5 ആംപിയർ. 2.5 ആംപിയർ കംപ്ലീറ്റ് ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. ഇനി ഇൻഡക്ടർ കറണ്ട് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. സോ IL 0 പ്ലസ് വിൽ ബി ഈക്വൽ ടു IL 0 മൈനസ് ഈക്വൽ ടു 2.5 ആംപിയർ. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ആയി, ഈ കറണ്ട് സോഴ്സ് ഓപ്പൺ ആയി, ഈ കറണ്ട് റെസിസ്റ്ററിലൂടെയാണ് ഫ്ലോ ചെയ്യുക. സോ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വി എക്സ് ഈക്വൽ ടു 20 ഇൻറ്റു മൈനസ് 2.5. മൈനസ് 2.5 ആംപിയർ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുക. ഇറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പൊ ഇതാണ് 2.5 ആംപിയർ. സോ വി എക്സ് നമ്മൾ കാണുമ്പോൾ 20 ഇൻറ്റു മൈനസ് 2.5 ഈക്വൽ ടു 50 മൈനസ് 50 വോൾട്ട്. കറക്റ്റ് ആൻസർ മൈനസ് 50 വോൾട്ട്, ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 24. ഇവിടെ ഇൻഡക്ടർ സ്റ്റഡി സ്റ്റേറ്റിലാണ് അല്ലെ. ഫോർ ദ സർക്യൂട്ട് ഷോൺ the value v naught of t involved for t greater than 0 infinity, t tends to infinity is t tends to infinity എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറും. സോ ഇൻഡക്ടർ ആക്ട്സ് ആസ് ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. സോ ഇൻഡക്ടർ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് 5ix ആണ്. വി നോട്ട് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 5 ഇൻറ്റു ix എന്നുള്ള വാല്യൂ ആണ് വരിക. അപ്പൊ ഈ ix എന്നുള്ള വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ix നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോഡിൽ KCL അപ്ലൈ ചെയ്യാം. സോ അപ്ലൈയിങ് കിർച്ചോഫ് കറന്റ് ലോ, KCL at the node as t tends to infinity. ഈ കണ്ടീഷനിൽ ഇൻഡക്ടർ ഷോർട്ട് ആണ്. സോ നോഡിലെ വോൾട്ടേജ് വി നോട്ട് ഓഫ് ടി ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇൻകമിങ് കറണ്ട് 10 ആംപിയർ ആണ്. ഇവിടെ വരുന്ന കറണ്ട് വി നോട്ട് ബൈ 5 പ്ലസ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് വി നോട്ട് മൈനസ് 2ix ബൈ 5. ഓക്കെ, ix എന്ന് പറയുമ്പോൾ വി നോട്ട് ബൈ 5 ആണ്. അപ്പൊ നമുക്ക് കിട്ടുക വി നോട്ട് ഈക്വൽ ടു വി നോട്ട്. ഇതിൽ നിന്ന് നമുക്ക് വി നോട്ട് സോൾവ് ചെയ്യാം. ix ഈസ് റീപ്ലേസ്ഡ് ബൈ വി നോട്ട് ബൈ 5. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 31.25 വോൾട്ട് എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
സോ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇവിടെ നമുക്ക് കിട്ടുന്നത് 10 ആംപിയർ. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് 31.25. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. Consider the following statements regarding MOS circuit design process. First question, MOS circuits are formed on 4 basic layers: N diffusion, P diffusion, polysilicon and metal, which are isolated from one another by thick or thin silicon dioxide insulating layers. Second, thin oxide mask region includes N diffusion and P diffusion and transistor channel. Third condition, third statement, polysilicon and thin-ox region interact so that a transistor is formed where they cross one another. Which of the following statements are correct? Okay, ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, MOS circuits are formed on 4 basic layers: N diffusion, P diffusion, polysilicon and metal. So ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. ഓക്സൈഡ് ലെയേഴ്സ് വരുന്നുണ്ട്. തിന്നോക്സ് ആൻഡ് പോളി, ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ NMOS transistor in a 65 mm process with a nominal threshold voltage of, so that is VT 0.3 volt, and doping level is NT 8 into 10 raised to 17 per centimeter cube. The body is tied to the ground with a substrate contact. How much does the threshold voltage change at room temperature if source is at 0.6 volt instead of 0? ഇപ്പോൾ ബോഡി 0 എന്നുള്ള വോൾട്ടേജിന് പകരം 0.6 വോൾട്ടേജ്, സോഴ്സ് ഈസ് അറ്റ് എ വോൾട്ടേജ് ഓഫ് 0.6 വോൾട്ട് ഇൻസ്റ്റെഡ് ഓഫ് 0 വിത്ത് റെസ്പെക്ട് ടു ബോഡി. അപ്പോൾ ഇത് ബോഡി ഇഫക്റ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ at room temperature നമുക്കറിയാം, റൂം ടെമ്പറേച്ചർ വി ടിയുടെ വാല്യൂ എത്രയാണ്? വി ടി ഇസ് ഈക്വൽ ടു KT by Q, വോൾട്ട് ഇക്വലന്റ് ഈക്വൽ ടു 26 മില്ലി വോൾട്ട് നമുക്കറിയാം. സോ NI എന്നുള്ള വാല്യൂ, ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 1.45 into 10 raised to 10 ആണ്. സോ ഈ കണ്ടീഷനിൽ വരുമ്പോൾ NT എന്ന് പറയുന്ന വാല്യൂ 8 into 10 raised to 17 വരുമ്പോൾ the threshold voltage increases by 0.04 volt. ഓക്കെ, ഇവിടെ ലീനിയർ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് വരിക. വി ടി നമ്മൾ കാണുമ്പോൾ VT 0 പ്ലസ് ഗാമ ഇൻറ്റു VGS, ഒരു ലീനിയർ ആയിട്ടുള്ള അപ്രോക്സിമേഷൻ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഈ VGS ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, സോറി VGS അല്ല, VSB സോഴ്സ് ടു ബോഡി സബ്സ്ട്രേറ്റ്, അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ത്രഷോൾഡ് വോൾട്ടേജിൽ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് വരും. ഓക്കെ, സോ ഇവിടെ VT 0 എന്ന് പറയുന്നത് 0.3 ആണ്. 0.3 പ്ലസ് ദിസ് വാല്യൂ 0.04 ആണ് വരുന്നത്. 0.04 ന്യൂ വാല്യൂ ഓഫ് VT ത്രഷോൾഡ് വോൾട്ടേജിന്റെ പുതിയ വാല്യൂ 0.34 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ത്രഷോൾഡ് വോൾട്ടേജിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് 0.04 വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. Question number 27. For an N-channel enhancement type MOSFET, if source is connected at a higher potential than that of bulk, the threshold voltage VT of MOSFET will. The same question. തൊട്ട് മേലെ വന്നിട്ടുള്ള ആ ക്വസ്റ്റ്യന്റെ ഒരു തിയറിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ത്രഷോൾഡ് വോൾട്ടേജിന് എന്താണ് സംഭവിക്കുക? VSB ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ത്രഷോൾഡ് വോൾട്ടേജ് VT ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28.
if the minimum threshold voltage for which the leakage current through of transistor is 10 raised to 3 times less than that of transistor that is barely on, that is VGS equal to VT at room temperature if N equal to 1.5. So ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? IDS value when VGS equal to 0 volt equal to this value is 10 raised to minus 3 times IDS0 and VT value നമുക്കറിയാം 26 millivolt ആണ്. സോ ഈ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് IDS0 into e raised to minus VT by N VT equal to this value 10 raised to minus 3 IDS0 ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ഇതിൽ നിന്ന് VT യുടെ വാല്യൂ ഈസി ആയിട്ട് കാണാം. VT ഈക്വൽ ടു മൈനസ് N VT ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് 0.001 10 raised to minus 3. ഇതിന്റെ വാല്യൂ 270 മില്ലി വോൾട്ട് ആണ് നമുക്ക് കിട്ടുക. സോ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് VT ഈക്വൽ ടു 270 മില്ലി വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 29 ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് VTH ലെസ് ദാൻ ഓർ ഈക്വൽ ടു Vin ലെസ് ദാൻ VDD by 2 ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ NMOSും PMOS ആൻഡ് NMOS ഏത് കണ്ടീഷനിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻ CMOS ഇൻവെർട്ടർ ഇഫ് VTH less than or equal to Vin less than or equal to VDD by 2 then following is the behavior of the inverterന്റെ behavior എന്താണ് എന്നുള്ളതാണ് ചോദ്യം. So PMOS will be linear. In this case PMOS will be linear and NMOS is in saturated condition. So correct option എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. Differential amplifier has a differential gain AD equal to 20,000 CMRR common mode rejection ratio in dB it is given as 80 dB. So dB value 80 dB ആണ്. CMRR 20 log AD by ACM common mode gain ACM ആണ് which is equal to 80. അപ്പോൾ ഇതിൽ നിന്ന് AD by ACM ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 10 raised to 4 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 10,000. Therefore ACM ന്റെ വാല്യൂ എത്രയാണ് വരിക? ACM ഈക്വൽ ടു AD by 10,000. AD 20,000 ഡിവൈഡ് ബൈ 10,000 നമുക്ക് കിട്ടുന്നത് ACM ഈക്വൽ ടു 2. സോ കോമൺ മോഡ് ഗെയിൻ ഈക്വൽ ടു 2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 31. In an op-amp has a slew rate of 5 volt per microsecond. Slew rate SR equal to 5 volt per microsecond. Okay, the largest sine wave output voltage possible at a frequency of 1 megahertz. 1 megahertz ഫ്രീക്വൻസിയിൽ ലാർജസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? അപ്പോൾ സ്ലോ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ടേമിൽ എഴുതുമ്പോൾ 2πf into Vm ഇതാണ് സ്ലോ റേറ്റിന്റെ ഫോർമുല. ഈക്വൽ ടു 5 വോൾട്ട് പെർ മൈക്രോസെക്കൻഡ്. ഇവിടെ തന്നിരിക്കുന്നത് F ഈക്വൽ ടു 1 മെഗാഹെർട്സ് ഈക്വൽ ടു 10 raised to 6 ഹെർട്സ് ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Vm ഈക്വൽ ടു 5 into 10 raised to 6 മൈക്രോസെക്കൻഡ് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഡിവൈഡ് ബൈ 2π into 10 raised to 6 വിൽ ഗെറ്റ് 5 by 2π. സോ 5 by 2π ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 32. A 10-bit A to D converter is used to digitize an analog signal in the 0 volt to 5 volt range. The maximum peak-to-peak ripple voltage that can be allowed in the DC supply voltage is.
ഇപ്പൊ ഇവിടെ DC സപ്ലൈ വോൾട്ടേജിൽ അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിപ്പിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇവിടെ റിപ്പിൾ, പീക്ക് ടു പീക്ക് റിപ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പീക്ക് ടു പീക്ക് വോൾട്ടേജ്, അപ്പോൾ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ 2⁻n−1. ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം. ഇവിടെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 0 to 5 വോൾട്ട് വരുമ്പോൾ പീക്ക് ടു പീക്ക് വോൾട്ടേജ് 5 വോൾട്ട് ആണ് ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ. n എത്രയാണ് വരുന്നത്? n 10 ബിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് 2⁻10−1. 1 നെഗ്ലിജിബിൾ ആണ്. 2⁻10 നമുക്ക് 1k ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഈസ് 5 millivolt, nearly 5 millivolt. So option D is correct. Next, 33, question number 33. An analog voltage is in the range 0 to 8 volt. 0 to 8 volt ആണ് analog voltage in the range. V in 0 to 8 volt. It is divided in 8 intervals for conversion to 3-bit digital output. 3 bit ആണ് ഡിജിറ്റൽ ഔട്ട്പുട്ട്. അപ്പോൾ എത്ര ലെവൽസ് ഉണ്ടാവും? നമ്പർ ഓഫ് ലെവൽസ് എത്ര ലെവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക? 2⁻3 = 8 ലെവൽസ് ആണ്. അപ്പോൾ ഒരു ലെവൽ ഡെൽറ്റ എന്ന് പറയുന്നത് 8/8 = 1 വോൾട്ട് ആണ് ഒരു സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. ദ മാക്സിമം ക്വാണ്ടൈസേഷൻ എറർ. സോ ക്വാണ്ടൈസേഷൻ നോയ്സ് എന്ന് പറയുന്നത് Q E എന്ന് പറയുന്ന ആ വാല്യൂ Δ/2 ആണ്. മാക്സിമം വാല്യൂ ഓഫ് ക്വാണ്ടൈസേഷൻ ഈസ് സ്റ്റെപ്പ് സൈസ് ബൈ 2. സോ 1/2 ആണ് ഈക്വൽ ടു 0.5. സോ 0.5 ആണ് കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. Question number 34. For the N channel enhancement MOSFET shown in figure, ഈ ഫിഗർ ആണ്. Okay. The threshold voltage VTH = 2. The drain current ID of the MOSFET is 4 milliampere when drain resistance RD is 1 kilo ohm. If RD is increased to 4 kilo ohm, then drain current ID will become. ഇത് നമുക്ക് ID = K into VGS minus VT the whole square. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കാണാം. ഫസ്റ്റ് കണ്ടീഷനിൽ ID value 4 milliampere ആണ്. കറസ്പോണ്ടിങ് VGS നമുക്ക് ഇവിടെ കാണാം. VGS എന്ന് പറയുന്നത് സോ VGS = VD minus IDRD. ഓക്കെ. സോ VGS ഡിപ്പെൻഡ്സ് ഓൺ ID വാല്യൂ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ID തന്നു കഴിഞ്ഞാൽ VGS കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഇക്വേഷനിൽ കൊടുക്കാം. ദെൻ വി ക്യാൻ ഫൈൻഡ് K വാല്യൂ കാണാം. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പുതിയൊരു കണ്ടീഷനിലുള്ള ID വാല്യൂ ഡ്രെയിൻ കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് കറണ്ട് = 1.4 milliampere. 1.4 milliampere ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെമ്മറി സ്പേസ് ഫ്രം 8H to F8H in 8051 processor are reserved for option A ROM, option B RAM, option C SFR, option D ISR. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മെമ്മറി സ്പേസ് 8H മുതൽ F8H വരെയുള്ള മെമ്മറി സ്പേസ് 80H to F8H വരെയുള്ള മെമ്മറി സ്പേസ് ലൊക്കേഷൻ ഏതിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ. അത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സൈക്കിൾ സ്റ്റീലിംഗ് ഈസ് യൂസ്ഡ് ടു. സൈക്കിൾ സ്റ്റീലിംഗ് ഇപ്പോൾ പ്രോസസ്സറിൽ സൈക്കിൾ സ്റ്റീലിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസിങ് കമ്പ്യൂട്ടർ മെമ്മറി ഓർ ബസ് without involving the processor. മെയിൻ പ്രോസസ്സർ ഇൻവോൾവ് ചെയ്യാതെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മെമ്മറി അല്ലെങ്കിൽ ബസ് ആക്സസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഹൗ ഈസ് ബോഡ് റേറ്റ് മോഡിഫൈഡ് ഇൻ 8051? ബോഡ് റേറ്റ് മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ കറക്റ്റ് ആൻസർ ദ ഓപ്ഷൻസ് യൂസിങ് LSB of SCON register, option B using MSB of PCON register,
Option C, using MSB of TCON register. Option D, using MSB of TMOD register. The correct option എന്ന് പറയുന്നത് B ആണ്, using MSB of TCON register. അടുത്ത ഡിസ്പാച്ച് ലാറ്റൻസി ഈസ് ഡിസ്പാച്ച് ലാറ്റൻസി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുന്നത് ഒരു പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ടൈം ഇന്റർവെൽ ആണ് ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടെർമിനേഷൻ ഓഫ് വൺ ടാസ്ക് ആൻഡ് സ്റ്റാർട്ടിംഗ് ഓഫ് അനദർ ടാസ്ക്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സിസ്ക് is not characterized with. സിസ്ക് എല്ലാവർക്കും അറിയാം, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പൊ ആദ്യത്തെ നോക്കാം, കോംപ്ലക്സ് അഡ്രസ്സിംഗ് മോഡ്സ് കറക്റ്റ് ആണ്. റിസ്ക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലക്സ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അടുത്തത് വെരി ലാർജ് ഇൻസ്ട്രക്ഷൻസ് വളരെ അധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതും കറക്റ്റ് ആണ്. മോർ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഇത് റോങ് ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ മോർ ജനറൽ പർപ്പസ് രജിസ്റ്റർ, മൾട്ടി ക്ലോക്ക് സൈക്കിൾ ഫോർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. അപ്പൊ റിസ്കില് ഒരു സിംഗിൾ ക്ലോക്കിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്, ഇവിടെ മൾട്ടിപ്പിൾ ക്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. റിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ആണ്. പക്ഷേ റിസ്കില് നമുക്ക് കൂടുതൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്കില് വളരെ കുറച്ച് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. തം ടെക്നോളജി ഇൻ ആം പ്രോസസർ ഈസ് യൂസ്ഡ് ടു. തം ടെക്നോളജി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്രിയേറ്റ് വാരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ സെറ്റ്. നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് 16 ബിറ്റ് അല്ലെങ്കിൽ 32, അതിനോട് കൂടെ 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. സോ ക്രിയേറ്റ് വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് തം ടെക്നോളജി. നമുക്ക് ആം പ്രോസസറിൽ തം ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബിറ്റ് 7 ഓഫ് CPSR ഓഫ് ആം പ്രോസസർ ഈസ്. ഇപ്പൊ ബിറ്റ് നമ്പർ 7 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോ കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ് CPSR, കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ. സോ CPSRന്റെ 7th ബിറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്യുമുലേറ്റീവ് സാച്ചുറേഷൻ ഫ്ലാഗ്. ഓപ്ഷൻ ബി സിൻക്രോണസ് അബോർട്ട് ഡിസേബിൾ ബിറ്റ്, ഇന്ററപ്റ്റ് ഡിസേബിൾ ബിറ്റ്, എൻഡിനിയസ് എക്സിക്യൂഷൻ സ്റ്റേറ്റ് ബിറ്റ്. അപ്പൊ ഇതിനകത്ത് ഇന്ററപ്റ്റ് ഡിസേബിൾ ബിറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. സ്റ്റാറ്റിക് എറർ, സ്റ്റാറ്റിക് വാല്യൂ, സ്റ്റാറ്റിക് കറക്ഷൻ, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റാറ്റിക് കറക്ഷൻ. ഇത് തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അതിന്റെ ഡെഫിനിഷനിലെല്ലാം. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, സ്റ്റാറ്റിക് കറക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. ക്വസ്റ്റ്യൻ നമ്പർ 44ലേക്ക് വരാം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. R1 equal to 29.5 ohm, R2 equal to 69 ohm. They are connected in series. So total resistance R equal to R1 plus R2. വളരെ സിമ്പിൾ ആണ്. സം ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 98.5. ഇത്രയും ഓംസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 45. In a photoconductive transducer. Photoconductive transducer. Option A, change in conductivity appears as change in resistance. Option B, change in conductivity appears as change in inductance. Option C, change in conductivity appears as change in impedance. Option D, none of the above. ഇവിടെ ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ കണ്ടക്ടിവിറ്റിയിലുള്ള മോഡിഫിക്കേഷൻ റെസിസ്റ്റൻസിലെ ചേഞ്ച് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 47ലേക്കാണ് നമ്മൾ പോകുന്നത്. 47. ക്വസ്റ്റ്യൻ നമ്പർ 47. ബേത്തെ ഹോൾ കപ്ലർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് റെക്ടാങ്കുലർ വേവ് ഗൈഡ്സ്. അപ്പൊ ഇതൊരു കപ്ലർ ആണ്, വേവ് ഗൈഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കപ്ലർ ആണ്. ഇതിനകത്ത് 2 റെക്ടാങ്കുലർ വേവ് ഗൈഡ്സ് ആണ് വരുന്നത്. റെക്ടാങ്കുലർ വേവ് ഗൈഡ്സ്.
വേവ് ഗൈഡ്സ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് വേവ് ഗൈഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ രീതിയിൽ രണ്ട് വേവ് ഗൈഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഇവിടെ ഒരു ഹോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ബീത്തെ ഹോൾ കപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി. 48. What is the coherence bandwidth when radio channel is characterized by 4 millisecond multipath spread? So multipath spread തന്നിരിക്കുന്നത് മില്ലി സെക്കൻഡിലാണ്. സോ ടി multipath spread. ഓക്കെ, ടി എസ് എന്ന് പറയുന്നത് 4 മില്ലി സെക്കൻഡ് ആണ്. അപ്പൊ കൊഹിറൻസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് BW, coherence bandwidth equal to 1 by this multipath spread 1 by TS എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാം. 1 by 4 millisecond, 4 into 10 raised to minus 3, 1000 by 4 എന്ന് പറയുമ്പോൾ 250 ഹെർട്സ് ആണ് കോഹിറൻസ് ബാൻഡ് വിഡ്ത്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ കോഹിറൻസ് ടൈം ഓഫ് 100 സെക്കൻഡ് ഡോപ്ലർ സ്പ്രെഡ് അത് ഫ്രീക്വൻസിയിലുള്ള സ്പ്രെഡ് ആണ്. സോ ഡോപ്ലർ സ്പ്രെഡ് BW ഡോപ്ലർ ഈക്വൽ ടു 1 by coherence time equal to 1 by 100 second, 1 by 100 second, and that is equal to 0.01 hertz. അപ്പോൾ ഫ്രീക്വൻസിയിലുള്ള ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡോപ്ലർ ഷിഫ്റ്റ് 0.01 ഹെർട്സ് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. ഇത് given x equal to half of x of t plus x of minus t is the even signal component of. ഇത് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. ഈ എക്സ് എന്ന് പറയുന്ന ഈവൻ പാർട്ടിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ആക്ച്വലി സിഗ്നൽ ഇവിടെ തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51. Given signal x of t equal to e raised to minus 2t cos 2 pi t. ഓക്കെ, ഈ ഒരു സിഗ്നൽ പീരിയോഡിക് തന്നിരിക്കുന്നത് കണ്ടീഷൻസ് പീരിയോഡിക് വിത്ത് ഫണ്ടമെന്റൽ പീരിയഡ് ഓഫ് 2 സാമ്പിൾസ്, ഓപ്ഷൻ സി നോൺ പീരിയോഡിക്, ഓപ്ഷൻ ഡി ലീനിയർ. സോ ഇത് പീരിയോഡിക് ആണോ? ഇതിലെ ഒരു പാർട്ട് പീരിയോഡിക് പാർട്ട് ഉണ്ട് കോസ്, പക്ഷെ ഇത് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോൺ പീരിയോഡിക് ആണ്. സോ ഓവറാൾ സിഗ്നൽ ഈസ് നോൺ പീരിയോഡിക്. സോ കറക്റ്റ് ഓപ്ഷൻ എ. അടുത്തത് 52. The fundamental period of the signal x of n equal to 10 cos 4 pi n by 31 plus pi by 5. Cos x of n equal to 10 cos 4 pi n by 31 plus pi by 5. സോ ഇതിനകത്ത് ഇത് പീരിയോഡിക് ആണ്. കാരണം ഇതിന്റെ 2 pi by t pi by ഒമേഗ എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. ഇൻറ്റു എം ആണ് ഇതിന്റെ പീരിയഡ് നമുക്ക് കിട്ടുക. പീരിയഡ് ഈക്വൽ ടു 2 pi by ഒമേഗ വാല്യൂ ഈക്വൽ ടു 2 pi by 31 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 pi by 31 ആണ്. സോറി, ഒമേഗ ഈക്വൽ ടു 4 pi by 31. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2 pi divided by 4 pi by 31 ഇൻറ്റു എം. ഓക്കെ, എം വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിനെ ഒരു ഇന്റിജർ ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വിൽ ഗെറ്റ് ദിസ് വാല്യൂ ഈക്വൽ ടു 31 by 2 ഇൻറ്റു എം വാല്യൂ. സോ എം 2 വരുമ്പോൾ ഇത് ഇന്റിജർ ആയിട്ട് മാറും. സോ 31 is the value of period. 31 samples ആണ് പീരിയഡ് ആയിട്ട് വരുന്നത്. 31 is the period, fundamental period equal to 31. അടുത്ത ക്വസ്റ്റ്യൻ 53. The Fourier representation of x of t equal to e raised to minus t cos 2 pi t. Cos 2 pi t, e raised to minus t cos 2 pi t എന്നുള്ള സിഗ്നൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പീരിയോഡിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. കണ്ടിന്യൂസ് ടൈം അപീരിയോഡിക് സിഗ്നൽ. സോ കണ്ടിന്യൂസ് ടൈം അപീരിയോഡിക് സിഗ്നൽ ആണ് തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി.
അത് ഡിസ്ക്രീറ്റ് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതിന് എഫ് ടി ആണ് വരുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എഫ് ടി. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 54. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് for a given transfer function of band pass filter 0.1s by s square plus 0.1s plus 1 the mid-band frequency and bandwidth. So ഇത് നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ എടുക്കാം. ഡിനോമിനേറ്റർ s square plus 0.1s plus 1 ഇതാണ് ഡിനോമിനേറ്റർ വരുന്നത്. ഈ ഡിനോമിനേറ്റർ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ, സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ബാൻഡ് പാസ് ഫിൽറ്റർ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് ബൈ ക്യൂ ഇൻറ്റു എസ് പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ. സോ ഒമേഗ നോട്ട് അതിന്റെ സെൻട്രൽ ഫ്രീക്വൻസി, ഒമേഗ നോട്ട് ഈക്വൽ ടു 1 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ആൻഡ് ഒമേഗ നോട്ട് ബൈ ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഫാക്ടർ ആണ് ഇതിന്റെ 0.1 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. And bandwidth is simply equal to this value. Bandwidth central frequency divided by quality factor, this much radians per second. അപ്പോൾ സെൻട്രൽ ഫ്രീക്വൻസി 1 റേഡിയൻ പെർ സെക്കൻഡും ബാൻഡ് വിഡ്ത്ത് 0.1 ആണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 55. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് unfiltered speech signal is harsh. Second statement, filtered speech signal is soft. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 2 is contrast to 1. ഓപ്ഷൻ ബി 2 is correlation with 1. ഓപ്ഷൻ സി 2 is same as 1. ഓപ്ഷൻ ഡി none of the above. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അൺഫിൽറ്റേർഡ് സ്പീച്ച് ഈസ് ഹാർഷ്. അൺഫിൽറ്റേർഡ് സ്പീച്ച് ഹാർഷ് ആണ്. ഫിൽറ്റേർഡ് സ്പീച്ച് ഈസ് സോഫ്റ്റ്. ഓക്കെ, ഫിൽറ്റേർഡ് സ്പീച്ച് ഈസ് സോഫ്റ്റ്. അപ്പോ ഫിൽറ്റേർഡ് സ്പീച്ച് ഈസ് സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ ഓപ്ഷൻ ബി ആയിട്ട് കൊടുക്കാം. 2 ഈസ് ഇൻ കോറിലേഷൻ വിത്ത് 1. അടുത്ത ക്വസ്റ്റ്യൻ ബി, ക്വസ്റ്റ്യൻ നമ്പർ 55b. 56. The magnitude of vector A and another vector B. ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യത്തെ വെക്ടർ എന്ന് പറയുന്നത് എക്സ് യൂണിറ്റ് വെക്ടർ എക്സ് പ്ലസ് എ വൈ യൂണിറ്റ് വെക്ടർ എ വൈ പ്ലസ് എ സെഡ് യൂണിറ്റ് വെക്ടർ എ സെഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ax square plus ay square plus az square. So this will be unit vector. So unit vector ന്റെ magnitude എത്രയാണ് വരിക? Magnitude equal to 1. Second vector is ar unit vector r, a theta unit vector a theta, a phi unit vector a phi divided by square root of ar square plus a theta square plus a phi square. So this is also unit vector. ഇത് രണ്ട് യൂണിറ്റ് വെക്ടർ ആണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണ് വരുന്നത്. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ആസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 57. ക്വസ്റ്റ്യൻ നമ്പർ 57 നമുക്ക് നോക്കാം. 57 ഇവിടെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി എന്ന് കാണാം. എ ഡോട്ട് ബി നമുക്ക് കിട്ടുന്നത് -15 പ്ലസ് 12 പ്ലസ് 3 ഈക്വൽ ടു 0. സോ എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി. എയും ബിയും പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം റിക്വയർഡ് ബൈ എ മെഷർമെന്റ് സിസ്റ്റം ടു ബിഗിൻ ടു റെസ്പോണ്ട് ടു എ ചേഞ്ച് ഇൻ ദ മെഷറന്റ്. ഓക്കെ, time required for a measurement system to begin to respond to a change in the measurement is option D, dead time. This is called dead time. Okay, ഇവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 59. In a pyrometer, dead zone is assumed to be 0.125% of span.
calibration can be done from 400 degrees Celsius to 1000 degrees Celsius. Determine the change in temperature expected before occurrence can be detected. Okay. അപ്പോൾ ഇതിന്റെ ആൻസർ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിന്റെ സ്പാൻ എത്രയെന്ന് നോക്കാം. ടോട്ടൽ മെഷറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 1000 മൈനസ് 400 ഈക്വൽ ടു 600 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ സ്പാൻ വരുന്നത്. ഓക്കെ, സോ ഡെഡ് സോൺ ആയിട്ട് വരുന്നത്, ഡെഡ് സോൺ നമുക്ക് കാണാം. ഡെഡ് സോൺ നമുക്ക് കണ്ടുപിടിക്കാം. ഡെഡ് സോൺ എത്രയാണ്? 0.125% ആണ്. ടോട്ടൽ മെഷർമെന്റിന്റെ 0.125% ആണ്. So 600, 0.125 by 100 into 600 which is equal to 0.75 degree Celsius ആണ്. അപ്പോൾ 0.75 ഡിഗ്രി സെൽഷ്യസ് വരെ ഡെഡ് സോൺ ആണ്. അപ്പോൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0.75 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാലാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ 0.75 ഡിഗ്രി സെൽഷ്യസ്, സി ആണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്യൂം എ വോൾട്ട് മീറ്റർ 0 to 150 ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 150 ആണ്. ഹാസ് ഗ്യാരണ്ടീഡ് ആക്യുറസി ഓഫ് 1% ഓഫ് ഫുൾ സ്കെയിൽ റീഡിംഗ്. ദ വോൾട്ടേജ് മെഷേർഡ് ബൈ ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് 100. കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് എറർ ഇൻ പെർസെൻറ്റേജ്. ലിമിറ്റിംഗ് എറർ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലിമിറ്റിംഗ് എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്രയാണ് വരുന്നത്? 150 ആണ്. 1% ഓഫ് 150, 1% ഓഫ് 150 ആണ് അതിലെ ലിമിറ്റിംഗ് എറർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 വോൾട്ട് ആണ് ലിമിറ്റിംഗ് എറർ വരുന്നത്. 1.5 വോൾട്ട്. അപ്പൊ 100 വോൾട്ട് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ 1.5 വോൾട്ട് ആണ് അതിലെ ലിമിറ്റിംഗ് എറർ. അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ലിമിറ്റിംഗ് എറർ വിൽ ബി 1.5%. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് a parallel circuit with two branches. The current in one branch I1 equal to 200 plus or minus 7 ampere and I2 equal to 200 plus or minus 1 ampere. Then the total current I equal to I1 plus I2. Considering errors in I1 and I2 as limiting errors, I1 പ്ലസ് I2 നമ്മൾ എടുക്കുമ്പോൾ ടോട്ടൽ വാല്യൂ 400 വരും. 400 പ്ലസ് ഓർ മൈനസ് 7 പ്ലസ് 1 8 ആണ് വരുന്നത്. സോ ടോട്ടൽ ലിമിറ്റിംഗ് എറർ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 8 ആംപിയർ ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 61 ആണ്. 62. When an equivalent T network in an equivalent circuit of a transmission line is replaced by equivalent pi network. T നെറ്റ്വർക്ക് അതിന്റെ ഇക്വലന്റ് പൈ നെറ്റ്വർക്ക് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ the value of circuit impedance will change എന്നുള്ളതാണ്. അത് തെറ്റാണ്. The value of propagation constant will change. അത് കറക്റ്റ് അല്ല. ഓപ്ഷൻ സി, the telegraph line equation remain same. ലൈനിന്റെ ഇക്വേഷൻ സെയിം ആയിരിക്കും. ടെലിഗ്രാഫ് ലൈൻ ഇക്വേഷൻ will change. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. അടുത്തത് 63. The propagation of electromagnetic wave is in minus z direction. If electric field component is along dash and magnetic field component along dash direction. So the propagate ചെയ്യുന്നത് മൈനസ് സെഡ് ഡയറക്ഷനിലാണ്. ഇതാണ് സെഡ് ഡയറക്ഷൻ. ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മൈനസ് സെഡ് ഡയറക്ഷനിലാണ്. സോ ഇ ക്രോസ് എച്ച് ആണ് നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിംഗ് വെക്ടർ കിട്ടുന്നത്. സോ ഇ ക്രോസ് എച്ച് കിട്ടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് വൈ ഡയറക്ഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. എച്ച് ഫീൽഡ് ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. അങ്ങനെ വരുമ്പോഴാണ് ഇ ക്രോസ് എച്ച് മൈനസ് സെഡ് ഡയറക്ഷനിൽ വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, an inductance of 0.1 nano henry at 10 gigahertz represent a reactance of. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 2πfl. ഇവിടെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 10 GHz ആണ്. അതുപോലെ ഇൻഡക്ടൻസ് വാല്യൂ L ഈക്വൽ ടു
0.1 നാനോ ഹെൻറി. നമുക്ക് ഈ രണ്ട് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π ഇൻറ്റു 10 ഇൻറ്റു 10⁻9 ഇൻറ്റു 0.1 ഇൻറ്റു 10⁻⁻9. നമുക്ക് കിട്ടുന്നത് 2π ഈക്വൽ ടു 6.28 ohm. So correct answer option A ആണ്. 64 option A. അടുത്ത ക്വസ്റ്റ്യൻ, capacitance of 0.1 picofarad at 10 gigahertz has a reactance of 65. Capacitance value 0.1 picofarad. Frequency 10 gigahertz. So capacitive reactance 1 by 2 pi fc. Value substitute ചെയ്യുക. 1 by 2 pi into 10 raised to 10 into 10 raised to 9 into 0.1 into 10 raised to -12. നമുക്ക് കിട്ടുന്ന വാല്യൂ 159 ohms. ഓപ്ഷൻ ഡി. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 66. ഇത് തന്നിരിക്കുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ LTI system is h of n equal to 1 by 2 raised to n u of n. The output of the system is dash when input is given is x of n equal to 2 into minus 1 by 2 raised to n u of n. ഇത് നമുക്ക് z ട്രാൻസ്ഫോം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാം. y of z equal to h of z into x of z. Z transform of h of z 1 by 1 minus 1 by 2 z raised to minus 1. h of z വരുന്നത് 2 divided by 1 plus 1 by 2 z raised to minus 1. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 by 1 minus 1 by 2 z raised to minus 1 plus 1 by 1 plus 1 by 2 z raised to minus 1. So y of n equal to 1 by 2 raised to n plus 1 by 2 raised to minus 1 by 2 raised to n into u of n. So right answer is option A. Another question, the forced response of the given system is described by this. Forced response y of n plus 3 into y of n minus 1 equal to x of n plus x of n minus 1 is. ഇത് നമുക്ക് ഫോഴ്സ്ഡ് റെസ്പോൺസ് നമുക്ക് ഇൻപുട്ട് എക്സ് ഓഫ് എൻ തന്നു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 68. ഡാഷ് പൾസ് പ്ലേസ് എ കീ റോൾ ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. സോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ സ്ക്വയർ പൾസസ് ആണ് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ വേവ് ഫോം, ഡിജിറ്റൽ ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ. സോ സ്ക്വയർ വേവ് ഫോം ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നത്. അടുത്തത് 69. The approach used in design of analog and digital filters. Analog and digital filters. Analog മെത്തേഡും ഡിജിറ്റൽ മെത്തേഡും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ.